അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഒറട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. തിരുവനന്തപുരം സ്റ്റൈൽ ഒറട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ തേങ്ങയും വെള്ളം കൂടി നല്ലപോലെ തിളച്ച് വരണം. തേങ്ങയും വെള്ളവും ഉപ്പും കൂടി നല്ലതുപോലെ തിളച്ച് വരാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിമാവ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് അരിമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇടിയപ്പത്തിനും പത്തിരിക്കും വേണ്ടി പൊടിച്ചെടുക്കുന്ന മാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് വീട്ടിൽ പൊടിച്ചെടുത്ത മാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അരിമാവ് 1.5 ഗ്ലാസ് ഞാനിവിടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാൻ പറ്റത്തില്ല, അവിടെ കട്ട കെട്ടി കിടക്കും. അപ്പോൾ ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുക്കുക. തിളയ്ക്കുമ്പോൾ മാവ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. തീയിൽ വെച്ച് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഈ മാവ് നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ആ ചൂടോടുകൂടി തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലതുപോലെ മാവ് കുഴച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. മാവ് നല്ലതുപോലെ കുഴച്ചെടുത്താൽ മാത്രമേ ഒറട്ടി നല്ല സോഫ്റ്റായി കിട്ടത്തുള്ളൂ. മാവ് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 കൈ വെച്ചിട്ട് നല്ലതുപോലെ അതൊന്ന് കുഴച്ചെടുക്കുക. മാവ് നല്ലതുപോലെ കുഴച്ചെടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഒറട്ടി നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ കുഴച്ചതിന് ശേഷം നീളത്തിനൊന്ന് കൂടി പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ ബോൾസാക്കി എടുക്കുന്നുണ്ട് ഓരോന്നായിട്ട്. കണ്ടോ? ഇതേ അപ്പോൾ ഞാൻ എല്ലാം ബോൾസാക്കി എടുക്കുന്നുണ്ട്. ഇത് ഞാനിവിടെ എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ പ്രസ്സാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാവ് വെച്ച് കൊടുത്ത് പ്രസ് ചെയ്തെടുക്കുകയാണ്. കണ്ടോ? നല്ലതുപോലെ ഉരട്ടി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ഉരട്ടി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. പഴയ രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. നമ്മൾ ഉരട്ടി പരത്താനുള്ള ഒരു തടിയുണ്ട്. അതിൽ വെച്ചിട്ട് തുണി ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം നനച്ചിട്ട് ജസ്റ്റ് ഉരട്ടി വെച്ചിട്ട് പരത്തിയെടുക്കുന്ന ഒരു രീതിയും ഉണ്ട്. അപ്പോൾ ഞാനിത് പ്രസ്സിലാണ് പരത്തി കൊടുക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പരത്തി കൊടുക്കുന്നുണ്ട്. കണ്ടോ? നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ എല്ലാം ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഉരട്ടി മാവിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. വീണ്ടും ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കണ്ടോ? നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണേ, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഒറട്ടി. അപ്പോൾ ഞാനത് ഓരോന്നായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ കറിയുടെ കൂടെയും മട്ടൻ്റെ കൂടെയും ബീഫ് കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്.
ചുട്ടെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.